അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബഹുമാനികളെ, നമ്മുടെ കർണാടകയിൽ ദസറ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ഈ ദസറ എന്നാൽ അതൊരു പൊതുവായ ആഘോഷം എന്നാണ് പലരും മനസ്സിലാക്കിയത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് റിപ്പബ്ലിക് ഡേ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആഘോഷിക്കുന്നത് പോലെ കർണാടകയുടെ ഒരു പ്രാദേശികമായ പൊതു ആഘോഷമെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം പല മുസ്ലിമീങ്ങളും അതിൽ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ ദസറ വേദിയിൽ പോയി ദഫ് പ്രദർശനമടക്കം നടത്തിയ ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ദസറ എന്നുള്ളത് ഒരു പൊതു ആഘോഷമല്ല, മറിച്ച് അതൊരു ഹൈന്ദവ ആചാരമാണ്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് എടുത്ത് നോക്കുക, വളരെ വ്യക്തമായി നമുക്ക് കാണാം. ವಿಜಯದಶಮಿ ಎಂದು ಕರೆಯಲ್ಪಡುವ ದಸರಾ ಭಾರತದಲ್ಲಿ ಆಚರಿಸಲಾಗುವ ಪ್ರಮುಖ ಹಿಂದೂ ಹಬ್ಬವಾಗಿದೆ. ಈ ಹಬ್ಬವು ನವರಾತ್ರಿಯ ಅಂತ್ಯವನ್ನು ಸೂಚಿಸುತ್ತದೆ. ಇದು ದುರ್ಗಾದೇವಿಗೆ ಸಮರ್ಪಿತವಾದ 9 ರಾತ್ರಿಯ ആചരണയാಗಿದೆ. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് അതൊരു ഹൈന്ദവ ആചാരമെന്നുള്ളത്. എന്നാൽ അത്തരം മുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങളിൽ മുസ്ലിമീങ്ങൾ സംബന്ധിക്കുന്നതിൻ്റെ വിധി എന്താണ്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ പറയുന്നു, വല്ലദീന ലാ യശ്ഹദൂന സൂറ് നടക്കുന്ന സ്ഥലത്ത് ഒരിക്കലും അവർ സംബന്ധിക്കുകയില്ല എന്ന്. എന്താണ് ആ സൂറ്? മഹാനായ ഇമാം റാസി റഹിമുള്ള പറഞ്ഞു, കുല്ലു ബാത്തിലിൻ സുവ്വിറ വ സുഹ്രിഫ. നമുക്ക് നന്മയാണെന്ന് തോന്നുന്നതാണെങ്കിലും എല്ലാ ബാത്തിലായ കാര്യങ്ങളും ഈ സൂറിൽ പെടുന്നു. എന്നാൽ വഅദുമുഹു അശ്ശിർക്ക് വ തഅളീമുൽ അന്താദി, അതിലേറ്റവും കടുപ്പമുള്ളത് അത് അള്ളാഹുവിനെ ശിർക്ക് വെക്കലും വിഗ്രഹങ്ങളെ ബഹുമാനിക്കലുമാണ് എന്ന്. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പറഞ്ഞു, അന്ന വഅയാദുൽ മുശ്രിക്കീന, അത് മുശ്രിക്കീങ്ങളുടെ ആഘോഷമെന്ന്. അപ്പോൾ അത്തരം ആഘോഷങ്ങളിൽ മുഅ്മിനീങ്ങളായ ആളുകൾ ഒരിക്കലും സംബന്ധിക്കാൻ പാടില്ല എന്ന് ഖുർആൻ നമ്മോട് ഉണർത്തുകയാണ്. കാരണം എന്തല്ല, അന്ന മൻ ഖാലത അലശ്ശരി വ നളറ ഇലാ അഫ്ആലിഹിം വ നളറ മജാമിഉം ഫഖദ് ശാറകഹും ഫീ തിൽക്കൽ മഅസിയ. ഷർറിൻ്റെ അഹ്ലുകാരുമായി കൂടിക്കലരുകയും അവരുടെ പ്രവർത്തനങ്ങൾ നോക്കി നിൽക്കുകയും അവരുടെ സദസ്സിൽ സംബന്ധിക്കുകയും ചെയ്താൽ അതിൽ ഇവനും പങ്കാളികളായി തീരുന്നു. ലഅന്നൽ ഹുളൂറ വന്നളറ ദലീലു റിദാബിഹി, അവിടെ പോകലും അത് നോക്കി നിൽക്കലും അതുകൊണ്ട് പൊരുത്തപ്പെടുന്നു എന്നതിൻ്റെ അടയാളമാണ്. ബൽ വസബബുൻ ലിവുജൂദി വസിയാതി ഫി, അതുണ്ടാവാനും അതിൽ വർദ്ധന ഉണ്ടാവാനും ഇതൊക്കെ കാരണമായി തീരാം. ലഅന്നല്ലദി അമലഹും അലാ ഫീലി ഇസ്തിഹ്സാനുൻ നളാറത്തി വറഗ്ബത്തുഹും ഫിൻ നളരി ലിയ, അത് വലിയ ഭംഗിയായി കാണലും അതിലേക്ക് നോക്കാൻ താല്പര്യപ്പെടലും അവരെ കൂടുതൽ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം കാര്യങ്ങൾ ഒരിക്കലും അതിൽ പങ്കാളികളാകാൻ പാടില്ല. അത് നടക്കുന്ന സ്ഥലത്ത് പോയി നിൽക്കാൻ പോലും പാടില്ല. അത് നടക്കുന്ന ആ സ്ഥലത്തിലൂടെ നമ്മൾ പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ നടന്നു പോവുകയാണെങ്കിൽ പോലും അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഖുർആൻ തുടർന്ന് പറയുകയാണ്, വൈദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ, അവർ അത്തരം അനാവശ്യങ്ങൾ നടക്കുന്ന സ്ഥലത്തിൽ അതൊന്ന് വിട്ടുകിടക്കുകയാണെങ്കിൽ വളരെ മാന്യന്മാരായി കടന്നു പോകുന്നതാണ്, അതിലേക്കൊരിക്കലും അവർ തിരിഞ്ഞു നോക്കുന്നവരല്ല എന്ന്. അതുകൊണ്ട് സത്യവിശ്വാസികളായ ഓരോ മുഅ്മിനീങ്ങളോടും പ്രത്യേകം ഉണർത്തുന്നത്, നമ്മൾ ഈമാനുള്ളവരാണ്. നമുക്ക് ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളണം. അള്ളാഹു നമ്മോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായി നിങ്ങൾ ഉൾക്കൊള്ളണം, ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളണം. എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും താല്പര്യം വരുമ്പോൾ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊന്നും പരിഗണിക്കാതെ നാം തോന്നിയതുപോലെ ജീവിക്കാൻ ഒരിക്കലും പാടില്ല. അതുകൊണ്ട് ഈമാനുള്ള മുഅ്മിനീങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ട മേഖലയാണ് ഇതൊക്കെ എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹു പറയുന്നു, വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, പിശാചിൻ്റെ കാൽപ്പാടുകൾ നിങ്ങൾ ഒരിക്കലും പിന്തുടരാൻ പാടില്ല. അതായത് വലാ തൽതഫിതു ഇല ശുബ്ഹാത്തില്ലത്തി തുൽഖിയ ഇലൈക്കും അസ്ഹാബുൽ ദലാലത്തിൽ ഗബായ, പിഴച്ച ആളുകൾ നിങ്ങൾക്ക് പലതും നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്ന ശുബ്ഹാത്തുകൾ, അതൊരിക്കലും നിങ്ങൾ അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളുടെ ആഘോഷം അതൊരിക്കലും മുസ്ലിമീങ്ങൾക്ക് പങ്കെടുക്കാനുള്ളതല്ല. അത് ദസറയായാലും ഗൗരി ഗണേശയായാലും പുത്തിരി ആയാലും നമ്മളൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കണം. ഇല്ലെങ്കിൽ അത് നമ്മുടെ ഈമാനിന് തന്നെ ബാധിക്കുന്ന പ്രശ്നമായേക്കാം. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു റിദ്ദത്തിൻ്റെ സബബുകൾ അഥവാ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാരണങ്ങൾ അത് എണ്ണുന്ന കൂട്ടത്തിൽ പറയുകയാണ്, അയോംഷിയ ഇലൽ കനായിസി മാ അഹ്ലിയ ബിസിഹിം മിനസ് സനാനിരി വൈരിഹ, മുസ്ലിമീങ്ങൾ ആരാധനാലയങ്ങളിലേക്ക് അവരുടെ വേഷം അണിഞ്ഞുകൊണ്ട് അവരുടെ കൂടെ നടന്നാൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണ്. അതുകൊണ്ട്
നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ചിലപ്പോൾ ചില ആളുകൾ മതസൗഹാർദ്ദത്തിൻ്റെ പേരിലായിരിക്കാം ഇത്തരം വേദികളിൽ പോകുന്നത്. യഥാർത്ഥത്തിൽ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഘോഷങ്ങളിലോ ആചാരങ്ങളിലോ ആരാധനകളിലോ അല്ല, അത് പൊതുവായ വിഷയങ്ങളിലാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. നമ്മൾ അത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ ഈമാനെ ബാധിച്ചു പോയാൽ അത് വലിയ പ്രശ്നമാണ്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തു. എന്താണ് വസിയത്ത് ചെയ്തത്? അല്ലാ തുശ്രിക് ബില്ലാഹി ഷൈഅൻ വഇൻ ഖുത്തിത ഔ ഹുരിക്ത. നീ ഒരിക്കലും അള്ളാഹുവിന് ഒരു വസ്തുവിനെയും ഷിർക്ക് വെക്കാൻ പാടില്ല. അത് നിന്നെ ഇഞ്ചിഞ്ചായി മുറിക്കപ്പെട്ടാലും നിന്നെ തീയിലിട്ട് കരിക്കപ്പെട്ടാലും. അതുകൊണ്ട് നമ്മൾ ഏത് സന്ദർഭത്തിലും നമ്മൾ ഇത് വളരെയധികം സൂക്ഷിക്കേണ്ടത്. സൗഹാർദ്ദത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ മുർത്തദ്ദായി പോകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ പള്ളികളിൽ വന്ന് മറ്റുള്ള മതസ്ഥർ ആരാധന നടത്തലോ അല്ലെങ്കിൽ നമ്മുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കലോ അതൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമല്ലാത്തതുപോലെ അവരുടെ ആഘോഷങ്ങളിൽ നമ്മളും പങ്കാളിയാവൽ മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമല്ല. മറിച്ച് പൊതുവായ വിഷയത്തിൽ നമുക്ക് സൗഹാർദ്ദം വേണം. അവരുടെ ആഘോഷങ്ങളെ നമ്മൾ ചീത്ത പറയാനോ അത് നിസ്സാരമാക്കാനോ പാടില്ല. വലാ തസുബ്ബുല്ലദീന യദൂന മിൻ ദൂനില്ലാഹി. അള്ളാഹു അല്ലാത്ത മറ്റു പലതിനെയും ആരാധിക്കുന്നവർ ഇവിടെയുണ്ട്. അവരെ ആരാധ്യ വസ്തുവിനെ നിങ്ങൾ ചീത്ത പറയാൻ പോലും പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. അതൊക്കെ മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഇത്തരം ആചാരങ്ങളിൽ പോയി നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തലല്ല മതസൗഹാർദ്ദം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ദഫ് പോലത്തെ കാര്യങ്ങൾ അത് നമ്മൾ അത്തരം ശിർക്കിൻ്റെ വേദികൾ പ്രദർശിപ്പിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം അതൊരു ഇസ്ലാമിക കലയാണ്. മാത്രമല്ല ആത്മീയ വേദിയിലെ ഒരു തിളക്കവും കൂടിയാണ് ദഫ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈമാനിന് കുറവ് വരുന്ന ഒരു പ്രവർത്തനങ്ങളിലും നമ്മൾ ഏർപ്പെട്ടു പോകാൻ പാടില്ല എന്ന് വളരെ വിനയത്തോടെ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ദീൻ അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി കഴിയാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ.